പാലസ്തീൻ ഭീകര സംഘടനയുടെ നേതാവിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. പാലസ്തീൻ ഭീകര സംഘടനയായ മുജാഹിദീൻ പ്രസ്ഥാനത്തിൻ്റെയും സായുധ വിഭാഗമായ മുജാഹിദീൻ ബ്രിഗേഡ്സിനെയും നയിച്ചിരുന്ന അസദ് അബു ഷരിയയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ദക്ഷിണ ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളിൽ അസദ് അബു ഷരിയ പങ്കെടുത്തിരുന്നതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേലിൻ്റെ ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലാണ് ഷരിയയെ വധിച്ചത്. അസദ് അബു ഷരിയയുടെ സഹോദരൻ അഹമ്മദ് അബു ഷരിയയുടെയും മരണം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ ഷരിയയുടെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറിയ ഭീകരവാദ നേതാക്കളിൽ ഒരാളായിരുന്നു ഷരിയയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസിനും മറ്റ് പാലസ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്കുമൊപ്പം മുജാഹിദീൻ ബ്രിഗേഡ്സും ഒക്ടോബർ 7 നടന്ന ഭീകരവാദികളുടെ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നയിച്ച ഈ ക്രൂരമായ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഒട്ടേറെ ആളുകളെ ബന്ദിയാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഷിരി എന്ന സ്ത്രീയെയും അവരുടെ 2 മക്കളെയും ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ അസദ് അബു ഷരിയയ്ക്ക് മുഖ്യ പങ്കുള്ളതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗീന ന്യൂസ്.